ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കൂണിൻ്റേതാണ്. നമുക്ക് ബീഫൊക്കെ കറി വെക്കുന്ന രീതിയിൽ, അത് ബീഫിൻ്റെ അതേ ടേസ്റ്റിലാണ് ഞാൻ ഈ കൂണ് കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കൂണ് കറി വെക്കുന്നതെന്ന് നോക്കാം. കൂണ് കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇടത്തരം സവോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. 2 പച്ചമുളകും ഉണ്ട്, ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുകയാണ്. പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. സവാള പതുക്കെയൊന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട്, കാരണം ഒന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാണ്. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുകയാണ്. മല്ലി സവാള എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാടി വരണതിനായിട്ടാണ് കുറച്ച് എണ്ണ കൂടെ ഇളക്കി വെച്ചത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ പൊടിച്ചത് ആഡ് ചെയ്യുകയാണ്. കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഒരു ചെറിയ തക്കാളിക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇതും കൂടെ നമ്മുടെ വാട്ടുന്ന സവോളയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ടൊമാറ്റോയും കൂടെ നമുക്ക് ഈ സവോളക്കകത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി വെക്കാം. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 200 ഗ്രാം കൂണാണ്. ഈ കൂണ് ഞാൻ വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്നതാണ്. മഞ്ഞൾ പുരട്ടി വെച്ചിരിക്കുന്ന കൂണാണ്. അതും കൂടെ നമുക്ക് സവോളയ്ക്കകത്തോട്ട്, അപ്പം ഞാൻ ആ കൂണും കൂടെ സവോളയുടെ കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. കൂണിട്ടിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യുകയാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ കൂണൊന്ന് വേഗം തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇടുകയാണ്. ഒന്നുകൂടി ഒന്ന് ഇളക്കി 2 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാൻ വെക്കാം. അടച്ച് വെച്ച് തന്നെ നമുക്ക് ഇത് വേവിക്കാൻ വെക്കാം. അടുത്തായിട്ട് ഞാനൊരു 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാനിത് അരച്ചതാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ്. അതും കൂടെ ചേർത്തൊന്ന് ഇളക്കാം. നമുക്ക് കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം. ഇപ്പം നമ്മുടെ കൂണ് കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നമുക്ക് ചപ്പാത്തിയുടെയും ചോറിനോടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങളും ഇത് കൂണ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ മഷ്റൂം നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണം. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക്